ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു സലീംസ് കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഹൈദരാബാദി ബിരിയാണിയാണ്. ഒരു അത്തൻറ്റിക് സ്റ്റൈലാണിത്. വളരെ സിമ്പിളാണ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു വ്യൂവേഴ്സ് പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. കുറേ കാലമായി ചെയ്തിട്ട് ഞാൻ തിരിച്ച് തുടങ്ങുകയാണ്. ഓക്കെ, വെൽക്കം ടു സലീംസ് കിച്ചൻ അഗൈൻ. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, ജീരപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 സ്പൂൺ, അതേപോലെ ഗരം മസാല 3/4 സ്പൂൺ, ഒരു 1.25 സ്പൂണ് കല്ലുപ്പ്. ചിക്കൻ 2 ചിക്കനാണ്. ചിക്കൻ വന്നിട്ട് വെറും 600 to 800 ഗ്രാമേ ഉണ്ടാവുള്ളൂ. വിത്ത് സ്കിന്നോട് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്യാൻ വരയ്ക്കുന്ന പോലെ വരയ്ക്കണം. മല്ലിയില ഒരു 50-60 ഗ്രാം, ഓക്കെ 60 ഗ്രാം ഉണ്ടായിക്കോട്ടെ. പുതിന ഒരു 50 ഗ്രാം ഉണ്ടായിക്കോട്ടെ. ഉള്ളി 1 കിലോ ഉള്ളി വറുത്തത്, അതതിൻ്റേത്. തൈര് 350 ml, ഇതാണ് ഇതിൻ്റെ ഇത്. ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 3 സ്പൂൺ, 3 ചെറുനാരങ്ങ നീര്, പട്ട ഏലക്ക ഗ്രാമ്പു ഒരു 2 പട്ടയും ഒരു 10 വേണ്ട, ഒരു 8-6 ഏലക്കയും, ഒരു 10 ഗ്രാമ്പും, ഒരു 3 ബേ ലീഫും, ഒരു 1.5 സ്പൂണ് കല്ലുപ്പുണ്ട്. 2 സ്പൂണ്. ഇത് വന്നിട്ട് റൈസിനുള്ളതാണ്. ഞാൻ ഡയറക്റ്റ് റൈസിന് ഇപ്പം തന്നെ ഇടാണ്. ഓക്കെ, ഒരു 4 പച്ചമുളക്, 4 ഒരു 3 പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ മിക്സിങ് കാണിക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ഓണിയൻ ഇതിലോട്ട് ഇടുന്നു. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നു. ലെമൺ ജ്യൂസ് ഒഴിക്കുന്നു. മല്ലിയില പുതിന എല്ലാം ഇടുന്നു. ഈ കല്ലുപ്പും മസാലകളെല്ലാം ഇടുന്നു. തൈര് അതുപോലെ ഒഴിക്കുന്നു. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അത് സ്മാഷ് ചെയ്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ശേഷം ഈ ചിക്കൻ അതിലോട്ട് തന്നെ ആഡ് ചെയ്യുക. പക്ഷേ അത് മിക്സ് ചെയ്യുക. ഇത് ശരിക്കും മാരിനേഷൻ മിനിമം 1 or 3 hours നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ എത്ര നേരം വയ്ക്കുന്നോ അത്രത്തോളം അതിൻ്റെ മാരിനേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ചിക്കൻ്റെ അകത്തേക്ക് ഇതാവും. നമ്മൾ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് മസാലകൾ കയറ്റി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഫ്ലേവർ നല്ലപോലെ കിട്ടും. നമ്മൾ സോൾട്ട് ചെക്ക് ചെയ്യാം. കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതെന്തായാലും അതിലുണ്ടാകുന്നുണ്ടാവും. പിന്നെ ഇതിന് പ്രത്യേക ഒരു കാര്യമുണ്ട്. ഞാൻ ഉള്ളി പൊരിച്ച എണ്ണയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ എണ്ണ തന്നെയാണ് തിരിച്ച് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ, ഇത് ഉള്ളി പൊരിച്ച എണ്ണയാണ്, ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഈ എണ്ണ തന്നെ ഞാൻ തിരിച്ച് ഇതിലോട്ട് കുറച്ച് മിക്സ് ചെയ്യുന്നു. ഒരു 100 ml to 150 ml നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് 2 ചിക്കനാണ്, 1 കിലോ അരിയാണ്. അതായത് ഒരു ചിക്കൻ, എൻ്റെ ചിക്കൻ വന്നിട്ട് 600 ഗ്രാമാണ്. അപ്പോൾ ഇതൊരു 1200 ഗ്രാം ചിക്കനുണ്ട്, 1 കിലോ അരിയുണ്ട്. ഇതാണ് ഇതിൻ്റെ കണക്കിട്ട. ഓക്കെ, ഞാനത് മാരിനേഷൻ ചെയ്തു. ഇനി ഇത് അങ്ങനെ തന്നെ വെക്കുകയാണ്. ഒരു 1 hour കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ റൈസിൻ്റെ വെള്ളം തിളയ്ക്കും. റൈസിൻ്റെ വെള്ളം തിളച്ച് അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ്, അതായത് സിനമൺ കാർഡമം ക്ലോവിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ഇതിനകത്ത് ഇറങ്ങിയതിന് ശേഷം അതെടുത്ത് കളഞ്ഞിട്ടാണ് റൈസിനുള്ളത്. അപ്പോൾ അതും ഞാൻ സിമ്മറിൽ വയ്ക്കും. ഇപ്പോൾ രണ്ടും അവിടെ ഇരിക്കട്ടെ. ഒരു 1 hour കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിലോട്ട് വയ്ക്കത്തില്ല. എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ കനമുള്ള എന്തെങ്കിലും ഒരു അയൺ കോമ്പണൻറ്റ്, മെയിൻ ഇരുമ്പാണ് ബെസ്റ്റ്. അതല്ല നമ്മുടെ വീട്ടിൽ ദോശക്കല്ലുണ്ടെങ്കിൽ ദോശക്കല്ല് വെച്ചാലും മതി. അപ്പോൾ ഓരോന്നിനും ഓരോ ഫയർ ഡിഫെയർ ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇങ്ങനെ ഇത്തിരി വളഞ്ഞിട്ടുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഫയറിൽ വയ്ക്കാം, കുഴപ്പമില്ല. പക്ഷേ അതേപോലെ ഫ്ലാറ്റ് ചട്ടിയാണെങ്കിൽ നമ്മൾ സിമ്മറിൽ വയ്ക്കാവുള്ളൂ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ മിക്സ് വെച്ചിട്ടെല്ലാം ഇതാണ് ഇന്ത്യൻ മസാല. അതായത് അതേപോലെ തന്നെയാണ് ഞാൻ ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഫുൾ ഫയറിലുണ്ട്. ഞാൻ ഒരു ഫുൾ എന്നുള്ളത് ഒരു 60 to 75% ഫയർ വയ്ക്കുന്നുള്ളൂ. അതിന് ശേഷം ഞാൻ ഇതിനകത്ത് നമ്മൾ ആദ്യം ആ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പച്ചമുളക് എല്ലാം കുറച്ച് കളയുക. കാരണം ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങി, ഇതിൻ്റെ കളർ നോക്കിയാൽ ബ്രൗൺ ആയി. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള ഫ്ലേവറുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഔട്ട് ചെയ്യണം. പക്ഷേ ഇത് നമുക്ക് വേണം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ബ്രൗൺ സ്പൈസസിൻ്റെ ആ ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇടാം. പക്ഷേ മിക്കവാറും ആൾക്കാർ അത് കഴിക്കുമ്പോൾ ക്രാമ്പ്, ഏലക്ക വായിൽ കടിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്യുന്നതാണ്. അത്രേ ഉള്ളൂ.
ഞാനതിന് ഉപ്പിട്ടിട്ടുണ്ട്. ആ റൈസിൽ ഉപ്പ് കറക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, വേണമെങ്കിൽ കൂടുതലോ കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ റൈസ് ചെയ്യണം. റൈസ് ഇട്ട് ഈ റൈസിൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 55 to 60% കുക്കാവാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഒരു 40% ഈ പച്ച ചിക്കൻ്റെ മുകളിൽ കിടന്നിട്ടാണ് വേവേണ്ടത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇത് ഇളക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് അങ്ങനെ തന്നെ ദമ്മിട്ട് നമ്മൾ ദമ്മ് പൊട്ടിക്കുമ്പോൾ മാത്രമേ ഇളക്കാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതങ്ങനെ തന്നെ. ഞാൻ ഇതും കത്തിച്ചിട്ടുണ്ട്, ഇതും കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ സിമ്മറിൽ വയ്ക്കുകയാണ്. എൻ്റെ ഇത് കുറച്ച് സിമ്മറിൽ, കാരണം സിമ്മറാകുമ്പോൾ ഇപ്പം അടി പിടിക്കാതെ കിട്ടും, നമുക്ക് നല്ലപോലെ കിട്ടും. റൈസ് കുക്കായിരുന്നു. റൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 50% കുക്കായിട്ടുള്ളൂ. ഇനി കുക്കാവാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇതിലോട്ട് ഇടാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, ഈ വെള്ളം ഫുള്ള് ഊറ്റി കളയാൻ പാടില്ല. വെള്ളം കുറച്ചുണ്ടായിരിക്കണം. അപ്പോൾ വെള്ളത്തോട് തന്നെ നമ്മൾ വായിടുക നമ്മൾ ഫാസ്റ്റായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ തീരെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് അതിൽ ഒട്ടും ഇതിലോട്ട് 2 ഇതിലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഈ പരിപാടി ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ. തീരെ വെള്ളമില്ലാതെ എടുക്കാം. നമ്മൾ വെള്ളം ഫുള്ള് ഊറ്റി കളയണം, കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് റൈസിന് വേവാനുള്ള വെള്ളം ഇതിനകത്ത് കിട്ടും. അതാണ് അതിൻ്റെ ഒരു വേറൊന്നുമില്ല. ഓക്കെ, റൈസ് ഞാനിട്ട് റൈസ് നമ്മളിങ്ങനെ നിരത്തുന്നത്. ഇത് നമ്മൾ ആൾറെഡി ഇതിനകത്ത് എണ്ണ എല്ലാം ഉണ്ട്. എന്നാലും നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 2-3 സ്പൂൺ നെയ്യ് ഒന്ന് മുകളിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഇപ്പോൾ ഇടാം. പിന്നെ നമുക്ക് ഫൈനൽ ഗാർണിഷായിട്ടും കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഇടാം. ഫ്രൈഡ് ഓണിയൻ ഇടാം, കാഷ്യൂനട്ട് ഇടാം, കിസ്മിസ് ഇടാം, എന്തുണ്ടെങ്കിലും ഇടാം. ഇനി ഞാൻ ഇത് ചെയ്ത് എക്സാക്ട്ലി എനിക്ക് 25 മിനിറ്റാണ് ഇതിന് വേണ്ടത്. ഞാൻ ചിലപ്പോൾ 20 മിനിറ്റ് മതി. കാരണം എന്താ വെച്ചാൽ ഞാൻ ആൾറെഡി ഫ്ലെയിം ഫയർ ചെയ്തിട്ടുള്ളതുകൊണ്ട്, സിമ്മറിൽ വെച്ചതുകൊണ്ട് എനിക്ക് 20 മിനിറ്റ് മതി. എക്സാക്റ്റ് 20 മിനിറ്റിന് ശേഷം ഞാൻ ബിരിയാണി ഓപ്പൺ ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ബിരിയാണി ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റായി. എന്നിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അടി പിടിക്കാതെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. പക്ഷേ ഈ വെള്ളം നമ്മൾ റൈസ് ഇളക്കി ഒന്ന് മറിച്ച് കഴിയുമ്പോൾ ഇതിനെ അബ്സോർവ് ചെയ്യും. ഒന്ന് നമ്മൾ ഇതിനെ ഇളക്കിയിട്ട് നമ്മൾ റൈസ് എടുക്കണം. പക്ഷേ അടി പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റൈസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനും വന്നിട്ടുണ്ട്. എല്ലാം കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കാൻ പോകണം. ഇതാണ് നമ്മുടെ ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.